ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് പുതിയൊരു പ്രോബ്ലം ചെയ്യാം. പൊളിനോമിയലിലെ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഞാൻ സെലക്ട് ചെയ്തത്. നോക്കിയേ, ദ പൊളിനോമിയൽ ഡിനോട്ടിംഗ് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് പി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 5. ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് എക്സ് മൈനസ് 1. വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ? നമുക്ക് ഓരോ ഭാഗമായിട്ട് ചെയ്യാം കേട്ടോ. ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് റെക്ടാംഗിളിന്റെ ഏരിയ എന്നാണ് തന്നിരിക്കുന്നത്. P of x is equal to x square minus 6x plus 5 ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ തന്നിട്ടുണ്ട് ലെങ്ത് is equal to x minus 1 എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്രെഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ലെങ്ത് എക്സ് മൈനസ് 1 എന്നാണ്, ഒരു വാല്യൂ ആയിട്ട് തന്നിട്ടില്ല. അവരതൊരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ആയിട്ടാണ് തന്നിരിക്കുന്നത്, അല്ലെ ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രെഡ്ത്ത് is equal to ലെറ്റ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്, ലെറ്റ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഇനി റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ലെങ്ത്, ഇത് ലെങ്തും ഇത് ബ്രെഡ്ത്തും, അപ്പൊ ഞാൻ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോണേ. ലെങ്ത് എക്സ് മൈനസ് 1, ബ്രെഡ്ത്ത് എക്സ് മൈനസ് ബി, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോന്നിനെയും കൊണ്ട് അപ്പുറത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് ആദ്യം എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഇനി അടുത്ത തന്നെയാണ് എക്സ് ഇൻറ്റു മൈനസ് ബി, മൈനസ് ബി എക്സ് ആണോ? എക്സ് പ്ലസ് ബി മൈനസ്, പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. ഇനി അടുത്ത മൈനസ് 1 കൊണ്ടാണ്, മൈനസ് 1 ഇൻറ്റു എക്സ്, മൈനസ് 1x. 1 എഴുതേണ്ട ആവശ്യമില്ല, ഇത് മൈനസ് ഇത് പ്ലസ്, പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. അടുത്ത മൈനസ് 1 ഇൻറ്റു മൈനസ് ബി, രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്നാ വരും? പ്ലസ്. അപ്പൊ പ്ലസ് 1b, നമുക്ക് വെറും ബി എന്നങ്ങ് എഴുതിയാൽ മതി. ഇവിടെ ഞാൻ വേറൊരു മാറ്റം വരുത്താൻ പോവാണ്. ഇവിടെ നോക്കി, ഇവിടെ രണ്ടിനകത്തും എക്സ് കോമൺ ഉള്ളത് കൊണ്ട് ഞാൻ ആ മൈനസ് എക്സിനെ വെളിയിൽ എടുക്കുവാണ്. അപ്പൊ ബാക്കി ആരുണ്ടെന്ന് നോക്കാം. ആദ്യം എക്സ് സ്ക്വയർ കിടപ്പുണ്ട്, ഇവിടുന്ന് മൈനസ് എക്സ് വെളിയിൽ എടുത്ത് ഇവിടുന്ന് മൈനസ് എക്സ് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുള്ള? ബി ഉണ്ട്. പിന്നെ ഇവിടുന്ന് മൈനസ് വെളിയിൽ പോയി, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇനി പ്ലസ് ആയി മാറും. എക്സ് വെളിയിൽ പോയി, അതുകൊണ്ട് അവിടെ ആര് മാത്രമേ ഉള്ളൂ? 1, ബാക്കി പ്ലസ് ബി. മനസ്സിലായോ? മൈനസ് എക്സ് ആണ് നമ്മൾ വെളിയിൽ എടുക്കുന്നത്. അപ്പൊ മൈനസ് എക്സ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി ബി. ഈ മൈനസ് വെളിയിൽ പോയി, അപ്പൊ ഇത് പ്ലസ് ആകും. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, തിരിച്ച് ഇത് തന്നെ വരണം. ഇതുണ്ടോ? മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് ബി എക്സ്, മൈനസ് എക്സ് ഇൻറ്റു പ്ലസ് 1, മൈനസും പ്ലസും മൈനസ് എക്സ്. കറക്റ്റ് ആയിട്ട് വന്നില്ലേ? അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ഏരിയ. പക്ഷെ അവർ ഓൾറെഡി ഏരിയ എന്നാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഏരിയ ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 5 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഏരിയ ഇതായതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുവാണ്. എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബി പ്ലസ് 1 ബി. ഇതും ഏരിയയാണ്, ഇത് അവർ തന്ന ഏരിയ. ആ സെയിം ഏരിയ നമ്മൾ കണ്ടപ്പം ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ ഈ പാർട്ട് മാത്രം നോക്കുക. ബി പാർട്ട് നമുക്ക് ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുവാണ്. അതായത് മൈനസ് 6x ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ബി പ്ലസ് 1. നമ്മുടെ പൊളിനോമിയലിലെ ബി എക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഇത്. എ ആയിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതാണ് നമ്മുടെ പൊളിനോമിയലിന്റെ ഇക്വേഷന്റെ ആ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഓർഡർ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ കോമൺ ആയിട്ടുള്ളതെല്ലാം ഞാൻ വെട്ടിക്കളയുവാണ്. മൈനസും കോമൺ ഉണ്ടായിരുന്നത് വെട്ടി, എക്സും ഉണ്ടായിരുന്നത് വെട്ടി, ബാക്കി എന്നാ ഉണ്ടായിരുന്നു? 6 ഇസ് ഈക്വൽ ടു ബി പ്ലസ് 1. ഇതൊന്ന് നേരെ തിരിച്ചെഴുതുന്നു. ബി പ്ലസ് 1 ഇസ് ഈക്വൽ ടു 6. ബി ഒറ്റയ്ക്കാക്കുമ്പോൾ 6 പ്ലസ് 1 ഇപ്പുറത്ത് മൈനസ് 5 ഈക്വൽ ടു മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പം ബിയുടെ വില കിട്ടി 5. ഇവിടെ നമ്മൾ ചെയ്ത കണ്ടോ, ഇവിടുത്തെ കാൽക്കുലേഷൻ മനസ്സിലായാലും ഈ ബി പാർട്ട് മാത്രം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പം ബി ഇസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് അല്ല കിട്ടിയിരിക്കുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് മൈനസ് ബി ആണ് ബ്രെഡ്ത്ത്. ഇവിടെ ബിയുടെ മാത്രം വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്, 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ബാക്കി നോക്കാം. അപ്പം ഫസ്റ്റ് ഇത് കിട്ടി. ഇനി ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ലെങ്ത് സെക്കൻഡ് പാർട്ട് അവർ ചോദിച്ചിരിക്കുവാണ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 5, ലെങ്ത് 5 ആണെങ്കിൽ, അതായത് ബ്രെഡ്ത്ത് എക്സ് മൈനസ് 1 വരുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ലെങ്ത്
5 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലെങ്ത് 5 ആണല്ലോ. അപ്പം നമുക്ക് ലെങ്ത് എത്രയാണ് വന്നിരുന്നത്? ലെങ്തിനുള്ള ഇക്വേഷൻ എന്നായിരുന്നു? എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. അപ്പൊ ഇതിനകത്തൊന്ന് എക്സ് ഒറ്റയ്ക്ക് ആക്കുവാണ്. എക്സ് ഇസ് ഈക്വൽ ടു 5 -1 ഇപ്പുറത്ത് പോകുമ്പോൾ +1 ഈക്വൽ ടു 6. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 6 എന്ന് കിട്ടി. അനി ബ്രെഡ്ത്ത് എന്നാണ്? നമ്മൾ ബ്രെഡ്ത്ത് തന്നെ എടുത്തേക്കുന്നത് എക്സ് മൈനസ് ബി എന്നാണ് നമ്മൾ ബ്രെഡ്ത്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 6 കിട്ടി. മൈനസ് ബിയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 5. 6 - 5 1. അപ്പൊ എന്തായിരിക്കും സെക്കൻഡ് ആൻസർ? ബ്രെഡ്ത്ത് ലെങ്ത് 5 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? ലെങ്ത് എക്സ് മൈനസ് 1 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാണ്? 5. ലെങ്ത് 5 യൂണിറ്റ് എന്ന് തന്നിരിക്കുവാണെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു. മനസ്സിലായോ? അതായത് ലെങ്ത് 5 ആണെന്ന് അവർ ആൻസർ തന്നിട്ടുണ്ട്. നമ്മൾ ലെങ്തിന്റെ ഫോർമുല അവർ ആദ്യം തന്നിരിക്കുന്നത് ലെങ്ത് എക്സ് മൈനസ് 1 എന്നാണ്. അതിനകത്തോട്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് എക്സ് കണ്ടുപിടിച്ചിട്ട്. അപ്പൊ നമ്മൾ ബ്രെഡ്ത്ത് എടുത്തിരിക്കുന്ന എക്സ് മൈനസ് ബി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 6 ഇട്ട് കൊടുത്തിട്ട് ബ്രെഡ്ത്ത് കിട്ടിയ 5 മൈനസ് ചെയ്തപ്പോൾ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ എടുത്തെഴുതണം ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ്. മനസ്സിലായോ മക്കളെ? ഇച്ചിരി പ്രയാസമുള്ള അല്ലേ? മനസ്സിലാക്കാൻ ഇച്ചിരി പാടുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. ഒരു 2 പ്രാവശ്യം ഒന്ന് വീഡിയോ കാണാൻ മേലേ, എന്നിട്ടൊന്ന് എഴുതി നോക്കാൻ മേലേ, അപ്പം നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.